പ്രൈസ് ദി ലോർഡ്. എല്ലാ ആത്മീയ മക്കൾക്കും നമസ്കാരം. ഇന്ന് മർക്കോസിന്റെ സുവിശേഷം അധ്യായം 11 1 തൊട്ട് 26 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് മർക്കോസിന്റെ അധ്യായം 11 അധ്യായം 1 തൊട്ട് 26 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മർക്കോസിന്റെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ അവസാന ഘട്ടത്തിലെ സേവനത്തെ പറ്റിയാണ് അതിൻ്റെ അകത്ത് അവിടെ കാണുന്നത്. ആ സമയത്ത് ജീസസ് ക്രൈസ്റ്റ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന അവസരമാണ്. അതൊരു പാഷൻ വീക്കായിരുന്നു, അതിൻ്റെ തുടക്കമായിരുന്നു. അവിടെ ഈ പാസ് ഓവറിൻ്റെ ഫങ്ഷൻ നടക്കുന്നത് കൊണ്ട് ആ യെരുശലേമിൽ ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ യേശുക്രിസ്തുവിനെ പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു. എന്താ വെച്ചാൽ കാരണമുണ്ട്, യേശുക്രിസ്തു വലിയ ഒരു രാജാവാണ്. രാജാവിൻ്റെ രൂപത്തിൽ കുതിരപ്പുറത്ത് വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ യേശുക്രിസ്തു വന്നത് ഒരു കഴുതയുടെ കുട്ടിയുടെ പേരിൽ മേളിൽ കയറി നാം വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്കത് അവരെ ഉടനെ യേശുക്രിസ്തുവിനെ ഉണ്ടല്ലോ, അവർ താഴ്മയുള്ള ഒരു രാജാവായിട്ടാണ് അവിടെ കാണപ്പെടുന്നത്. ഒരു യുദ്ധം ചെയ്യുന്ന ഒരു രാജാവായിട്ടല്ല കണക്ക്. അപ്പോൾ അവരെല്ലാവരും കുരുത്തോലകൾ കൊടുക്കുകയും ഇട്ട് വസ്ത്രങ്ങൾ അതിൻ്റെ അഴിച്ചിട്ടിട്ട് അതിൽ കൂടെ യേശുക്രിസ്തുവിനെ മേളിൽ കയറ്റി എഴുന്നള്ളിക്കുന്നതായിട്ടുള്ള കാഴ്ചപ്പാടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രാജാവിനെയാണ് അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഇപ്പോൾ ഈ ബുക്കിൻ്റെ അകത്ത് നമുക്ക് താഴ്മയുടെ ഈ രാജാവിൻ്റെ 4 വിഷയമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, വിജയ കരസ്ഥമാക്കി യെരുശലേമിൽ പ്രവേശിക്കുന്ന പറ്റിയാണ്. 2, ഈ അത്തിവൃക്ഷത്തിൻ്റെ ശപിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് മന്ദിരത്തിൻ്റെ ശുദ്ധീകരണമാണ്. 4, വിശ്വാസത്തിൻ്റെ അതുപോലെ പ്രാർത്ഥനയുടെ ശിക്ഷണത്തെ പറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ട വിജയത്തെ പ്രവേശനത്തിനെ പറ്റിയാണ്. അത് 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് യേശുക്രിസ്തു ഒരു കഴുതയുടെ പുറത്ത് കയറിയിരുന്ന് യെരുശലേമിൽ പ്രവേശിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോകർ ആ സമയത്ത് കുരുത്തോലകളിട്ട് തുണികൾ വെച്ച് അദ്ദേഹത്തിനെ എഴുന്നള്ളിക്കുകയും അത് ഓശാന ഓശാന എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നതാണ് നമുക്ക് കാഴ്ചപ്പാട് കാണുന്നത്. യേശു ഒരു താഴ്മയുള്ള രാജാവായിട്ടാണ്, അല്ല ഒരു പൊങ്ങച്ചുള്ള രാജാവായിട്ടല്ല വന്നത്. അതോടൊപ്പം തന്നെ യേശു ഒരു മശിയാഹയുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാതെ. സക്കറിയയുടെ പുസ്തകം 9 അധ്യായം 9 വാക്യത്തിൽ രാജാവ് താഴ്മയോടുകൂടി അവിടെ എത്തുന്നതായിട്ടുള്ള കാഴ്ചപ്പാട്. അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന് 520 വർഷത്തിന് മുൻപ് സക്കറിയ നബി പ്രവചിക്കുന്ന ഈ പ്രകാരമാണ്. ആനന്ദത്തിൻ്റെയും താഴ്മയുടെയും ഒരു രാജാവ് എഴുന്നള്ളി ആ സമയത്ത് അദ്ദേഹം നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന ഒരു രാജാവായിട്ടാണ് നമ്മളെ അവിടെ ചിത്രീകരിക്കുന്നത് കാണുന്നത്. അപ്പം ഈ കഴുതപ്പുറത്ത് വരുന്നതായിട്ടുള്ള ഇത് നേരത്തെ ഫോർകാസ്റ്റ് ചെയ്തിരുന്നത്, അതായത് സക്കറിയായുടെ പുസ്തകം 9 അധ്യായത്തിൽ 9 വാക്യത്തിൽ പ്രവചിച്ച പാതി തന്നെ അത് നടപ്പിലാവുന്ന ഈ സമയത്ത് യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോഴാണ് നടപ്പിലാവുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് സങ്കീർത്തനം 118 25 26 നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, അതായത് മശിയ ഒരു വരുന്നതിൻ്റെ ഒരു നേരത്തെ പ്രവചനം നടത്തിയിരിക്കുന്ന പ്രകാരം വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നു, യഹോവ താഴ്മയുള്ള ആകുന്നു, അദ്ദേഹം റഷ്യയുടെ രാജാവാകുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ധന്യനാണ്, അദ്ദേഹം ഈ യഹോവയുടെ നാമത്തിൽ അദ്ദേഹം ഇവിടെ എഴുന്നള്ളുന്നു. അങ്ങനെ ഒച്ചത്തിൽ പാട്ടുകൾ പാടി അദ്ദേഹത്തിനെ എഴുന്നള്ളിക്കുന്ന ഒരു വിഷയമാണ് നമുക്കവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് പ്രയാസം വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ യഹോവയായിട്ട് ചേർന്ന് നിന്ന് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇങ്ങനെ യേശുക്രിസ്തു വരുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ അനുഭൂതിയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അപ്പം നമ്മളെല്ലാവരും ആ സമയത്ത് അദ്ദേഹത്തെ എഴുന്നള്ളിക്കുന്നതാണ്. ഇത് 2ാമത്തെ വിഷയം, അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് പോയി ചെന്ന്, അതായത് 12 തൊട്ട് 14 പിന്നെ 20 തൊട്ട് 21 വരെ ഉള്ള
വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതായത് യേശുക്രിസ്തു അത്തിപ്പഴ വൃക്ഷത്തിൻ്റെ അടുത്ത് പോയി ചെന്ന് നോക്കുമ്പോൾ അതിൽ ഇലകൾ ഇഷ്ടം പോലുണ്ട്, പക്ഷേ ഫലമൊന്നും കായ്ച്ചിട്ടില്ല. യേശുക്രിസ്തു ആ സമയത്ത് വിശപ്പുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് ആ വൃക്ഷത്ത് പുറമേ കാണുമ്പോൾ നല്ല കായഫലമുള്ള വൃക്ഷമായിട്ട് തോന്നി, പക്ഷേ അത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യേശുക്രിസ്തു അതിനെ ശപിക്കുന്നതായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. അത് ഉണങ്ങിപ്പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാഹ്യ രൂപത്തിൽ നമ്മൾ വളരെ നല്ല മെച്ചമായിട്ടാണ് നമ്മളെല്ലാവരും കാണപ്പെടുന്നത്. പക്ഷേ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ഉള്ളിൽ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ പിന്നോക്കമാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പം നമ്മൾ യഹോവ പറയുന്നത്, നിങ്ങൾ നല്ലവനായി ചമയാതെ ആന്തരികമായിട്ട് നമ്മൾ പരിവർത്തനം ചെയ്ത് നമ്മളെപ്പറ്റി തന്നെ പാപരഹിതരായിട്ട് ജീവിക്കുക എന്നാണ് പറയപ്പെടുന്നത്. അതായത് യോഹന്നായുടെ പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്ന ഈ പ്രകാരം നമ്മൾക്ക് നല്ല ഫലം നമുക്ക് കായ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ വൃക്ഷം മുറിച്ചു കളയുക എന്നാണ് പറയപ്പെടുന്നത്. നമ്മളെ തന്നെ ശുദ്ധീകരിക്കപ്പെടണം എന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമതായിട്ട് മന്ദിരത്തിൻ്റെ ശുദ്ധീകരണത്തെപ്പറ്റി 15 തൊട്ട് 19 വരെ നമ്മൾ നോക്കുന്നത്. യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ ചെന്നപ്പം പലരും പല രീതിയിലുള്ള ബിസിനസ് ചെയ്തുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. യേശുക്രിസ്തു അവരുടെ എല്ലാം എടുത്ത് മറിച്ച് കളഞ്ഞിട്ട് അവരെ ഓടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ യേശുക്രിസ്തു പറയുന്നത്, എൻ്റെ വീട് പ്രാർത്ഥനയുടെ വീടായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് വളരെ പവിത്രമായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് കൊതിയന്മാരും അഴിമതികളും കാണിക്കുന്നവരെ എല്ലാം ദൂരെ മാറി നിൽക്കണം എന്നാണ് അവിടെ പറയപ്പെടുന്നത്. ഇപ്പം നമ്മൾ യെശയ്യാ നബിയുടെ പുസ്തകം 56-ാം അധ്യായം 7-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അവിടെ പറയുന്നത്, ഇപ്പോൾ യഹോവ എല്ലാ ആൾക്കാർക്കും വേണ്ടി സ്നേഹം കാണിക്കുന്ന ഒരു യഹോവയാണ്. അതിന് നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദൈവമല്ല യേശുക്രിസ്തു. അതായത് നേരെ മറിച്ച് നമ്മുടെ മന്ദിരത്തിൽ, യേശുവിൻ്റെ മന്ദിരത്തിൽ വരുമ്പോൾ എല്ലാ ജാതികളും, ഇവൻ ഇസ്രായേൽ മാത്രമല്ല മറ്റുള്ള ജാതികളെല്ലാം ആ മന്ദിരത്തിൽ വരാൻ അവർക്ക് യോഗ്യതയുള്ളവരാണ്. അവരെ വന്നേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ ക്രൂശിൽ മരണത്തിന് അനുബന്ധിച്ച് നമ്മൾ എന്തെല്ലാം ബലിദാനങ്ങൾ ത്യാഗങ്ങൾ നമ്മൾ യഹോവയ്ക്ക് വേണ്ടി ചെയ്യുന്നു, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് യഹോവയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യഹോവയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ജെറമ്യായുടെ പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്ന ഈ പ്രകാരം, നിങ്ങൾ കൊള്ളക്കാരുടെ ഗുഹയായി മാറാതെ ജീവിക്കാൻ. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബാഹ്യമായിട്ട് കാണുമ്പോൾ നല്ല മിടുക്കനായിട്ട് കാണും, പക്ഷേ എല്ലാ ദിവസവും നമ്മൾ പള്ളിയിലെത്തും, എല്ലാ ദിവസവും നമ്മൾ സമൂഹത്തിൽ നിൽക്കും. പക്ഷേ നമ്മൾ വെളിയിൽ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഒരുമാതിരി കള്ളന്മാരെ പോലും ദുഷ്ടന്മാരെ പോലും ഒക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ വന്നുകൊണ്ട് അർത്ഥമില്ല, എല്ലാ ദിവസവും നമ്മൾ സമൂഹത്തിൽ നിന്നുകൊണ്ട് അർത്ഥമില്ല. നമുക്ക് പവിത്രമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ജീവിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പം കൊള്ളക്കാരുടെ ഗുഹ മാതിരി നമ്മളവിടെ മന്ദിരത്തിൽ വന്ന് ഒളിച്ചു പാത്തിരിക്കുന്ന ഒരു ഇടപാട് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് സത്യസന്ധമായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിച്ചേക്കണം. അതായത് ശിലോയുടെ മന്ദിരം എങ്ങനെ പൊളിച്ചു കളഞ്ഞു യേശുക്രിസ്തു, അതുപോലെ യെരുശലേം ദേവാലയവും ഈ പാവം കൂടിക്കോടിയിരുന്നു കഴിഞ്ഞാൽ പൊളിച്ചു കളയുമെന്നാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ ബാഹ്യമായ പ്രവർത്തനത്തിലല്ല, നമ്മളെ ആന്തരികമായ പ്രവർത്തനത്തിലാണ് യേശുക്രിസ്തു ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, വിശ്വാസവും പ്രാർത്ഥനയെപ്പറ്റി 22 തൊട്ട് 26 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് കാണുന്നത്. അതായത് യഹോവ നമ്മളോട് പറയുന്ന, നീ വിശ്വാസം എന്നിൽ ഉറപ്പിക്കുക എന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്ന പ്രാർത്ഥനയിൽ വിശ്വാസം ചെയ്യൂ, അപ്പോൾ നിനക്ക് നീ ഉദ്ദേശിക്കുന്നത് കിട്ടും. അതുപോലെ മൂന്നാമത് പറയുന്നത് മറ്റുള്ളവരെ ക്ഷമിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ കാണുന്നത്, വിശ്വാസം ഏതെങ്കിലും തടസ്സമുള്ളതും അല്ലെങ്കിൽ നടക്കാതിരിക്കുന്ന കാര്യങ്ങളും നടത്തി തരുമെന്നാണ് പറയുന്നത്. പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസം വളരെ ആവശ്യമാണ്.
ക്ഷമ ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ്. നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21 വാക്യത്തിൽ 22 പറയുന്നത് വിശ്വാസം കൊണ്ട് നമ്മൾ പ്രാർത്ഥന ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ വിശ്വാസം നമ്മൾ ഉറപ്പിച്ച് നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കിട്ടും. അത് യാക്കോബിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ജെയിംസിൻ്റെ പുസ്തകം 1 അധ്യായം 6 പറയുന്നത് ഒരു സംശയം വയ്ക്കാതെ നിങ്ങൾ ആവശ്യപ്പെടുകയും നിങ്ങൾ ദൃഢവിശ്വാസത്തോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുക. രണ്ട് മനസ്സ് വെച്ചുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥിക്കല്ലെന്നാണ് പറയുന്നത്. നമ്മൾ സ്ഥിരമായ രീതിയിൽ നമ്മളെ തന്നെ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. നമ്മളെ പ്രാർത്ഥനയിൽ നമ്മൾ വളരെ നിശ്ചിതമായി നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം ഇത് കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ മുഴുകി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന യേശുക്രിസ്തു നമ്മളോട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഉത്തമ ഫലം നമ്മൾ കായമുള്ള ഫലം വൃക്ഷമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് എന്താ കാണുന്നത്? യേശു രാജാവ് താഴ്മയുള്ള രാജാവാണെന്നും അതേ രണ്ടാമത് ബാഹ്യമായ റിലീജിയൻസിന് അല്ല നമുക്ക് വേണ്ടിയത്, നേരെ മറിച്ച് ആന്തരിക ഫലം നമ്മൾ ഉണ്ടായിരിക്കണം. അതാണ് ആവശ്യം. ആരാധന ശുദ്ധമുള്ള ഹൃദയത്തിൽ കൂടി വേണം നമുക്ക് ആരാധിക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് നമ്മൾ ജീവിക്കണം. ക്ഷമ മറ്റുള്ളവർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണുമ്പോൾ ഒരു വ്യക്തി എല്ലാ ദിവസവും പള്ളിയിൽ വരും. പക്ഷേ ആധ്യാത്മിക ഫലം അത് സ്നേഹത്തിൻ്റെയും ദയയുടെയും സത്യത്തിൻ്റെയും ആദയത്തിനില്ല. അപ്പോൾ ആ അത്തിവൃക്ഷത്തിൻ്റെ കൂട്ടായിത്തീരുന്നു. നമ്മളത് മനസ്സിലാക്കണം. ഒരു വ്യക്തി നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു വൃക്ഷം നല്ല ചെടി ഇലകൾ ഇഷ്ടം പോലുണ്ട്, അത് അവൻ്റെ വീട്ടിൽ ആ വൃക്ഷമുണ്ട്. പക്ഷേ അതിൻ്റെ ആ വൃക്ഷത്തിൽ ഫലം കായ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അത് വെട്ടിക്കളഞ്ഞിട്ട് ചെറിയൊരു വൃക്ഷം വെച്ചു, അതിൽ ഫലം കായ്ക്കുന്നു. അപ്പം യഹോവ നമുക്ക് കാണാൻ പറ്റുന്നത് ഫലം നമുക്ക് കായ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ തന്നെ നല്ല ഹൃദയമുള്ളവരായിത്തീരണം എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. യഹോവയ്ക്ക് ആവശ്യമില്ലാത്ത പൊങ്ങച്ചം കാണിക്കുന്നത് ഇഷ്ടമല്ല. നേരെ മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഫലം ഉള്ളവരായിത്തീരാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളിവിടെ ഇതിന് കൂടി ഉള്ള വിഷയത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫലം ഉള്ള ജീവനെ അതുപോലെ സത്യസന്ധമായ ആരാധനയെ ആണ് നമുക്ക് വേണ്ടിയത്. യേശു ക്രിസ്തു നമ്മളെ ഉത്ബോധിക്കുന്ന നമ്മളെ ജീവനുള്ള രാജാവായി മാറണം എന്നാണ് നമ്മൾ കാണേണ്ടത്. ആത്മീയ ഫലം നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തിനെ ശുദ്ധീകരിക്കണം. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ മുൻപോട്ട് പോക്കണം. ക്ഷമ ചെയ്യപ്പെടണം എന്നാണ് നമ്മളെ പഠനം പഠിപ്പിക്കുന്നത്. ഈ നോയമ്പ് സമയത്ത് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഞാൻ വെറും പൊങ്ങച്ചം കാണിക്കുന്നവനാണോ? എൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത്. രണ്ടാമത്, ഞാൻ ആരാധന സമയത്ത് ശുദ്ധമായ ഹൃദയത്തുകൊണ്ടാണോ ആരാധിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണോ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മറ്റുള്ളവരെ ക്ഷമ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അത് കാണുമോ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഈ എൻ്റെ യഹോവേ, എൻ്റെ ജീവിതത്തിൽ ആത്മീയ ഫലങ്ങൾ ഉണ്ടാകണമേ ദൈവമേ. എൻ്റെ യഹോവേ, എൻ്റെ ഹൃദയത്തിൽ ഹൃദയം ഉണ്ടാകണമേ. മൂന്നാമത്, എനിക്ക് വിശ്വാസത്തിൽ കൂടി പ്രാർത്ഥിക്കാനായിട്ടുള്ള എനിക്ക് അറിവ് തരണമേ പിതാവേ. മറ്റുള്ളവരെ ക്ഷമിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അതുപോലെ മർക്കോസ് സുവിശേഷം 11:1-26 വരെ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് യേശു നല്ലൊരു രാജാവാണെന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ യഹോവേ നമുക്ക് ഫലമുള്ള ജീവനാക്കി നമ്മളെ സൃഷ്ടിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെയും ക്ഷമയുടെയും ആത്മീയപരമായ ജീവൻ നമ്മൾ താക്കോൽ നമ്മുടെ കയ്യിലാണെന്നുള്ളത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഈ വചനങ്ങൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പരീക്ഷയ്ക്കും നമ്മളെ കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ ആത്മീയപരമായ പ്രചോദനത്തിന് വേണ്ടി വളരെ പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. ഗോഡ് ബ്ലെസ് ടു ഓൾ.